എൻ്റെ അഭയശിലയായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും പടപൊരുതാൻ എൻ്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു. സങ്കീർത്തനം 144:1. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് കൈകളുടെയും വിരലുകളുടെയും പ്രാധാന്യം എന്താണെന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട്. അതായത് ആത്മീയ ജീവിതത്തിൽ കൈകൾക്കും വിരലുകൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ രഹസ്യം ഞാൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കരിസ്മാറ്റിക് ധ്യാനങ്ങളിലൊക്കെ പങ്കെടുക്കുകയും അല്ലെങ്കിൽ പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, കൈകൾ ഉയർത്തി സ്തുതിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പോൾ ചില മനുഷ്യരുടെ വിരലുകൾ മാത്രം ഇങ്ങനെ ചലിക്കുന്നത് കാണാം. കൈ വിറയ്ക്കുകയില്ല, കൈ ചലിക്കുകയില്ല, വിരലുകൾ മാത്രം ചലിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ചിലരുടെ കൈ മുഴുവൻ ഇങ്ങനെ ചലിക്കുന്നത് കാണാം, വിറയ്ക്കുന്നത് കാണാം. അപ്പം ഞാൻ ഓർത്തു, ഇങ്ങനെ ഈ പ്രാർത്ഥിക്കുന്നതിന് കൈ വിറപ്പിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ വിറയ്ക്കുന്ന കാര്യം എന്താ എന്നൊക്കെ പല പ്രാവശ്യം ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ പല പ്രാവശ്യം ഇങ്ങനെ ആലോചിച്ച് കുറേ നാൾ ഇങ്ങനെ കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം ഇങ്ങനെ സങ്കീർത്തനം എടുത്ത് വായിക്കുമ്പോഴാണ് ഈ ഒരു വചനം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോഴാണ് എനിക്ക് ഇതിൻ്റെയൊക്കെ പൊരുൾ മനസ്സിലായത്. അതായത് ഈ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ വെറുതെ ശബ്ദത്തിന് മാത്രമല്ല പ്രാധാന്യം, നമ്മുടെ എല്ലാ അംഗങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യം ദൈവം കൊടുത്തിട്ടുണ്ട് എന്ന് എനിക്കൊരു ബോധ്യം കിട്ടി. അപ്പോൾ അതിൻ്റെ ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ ഒരാളെ അനുഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ നമ്മളറിയാതെ കൈ ഇങ്ങനെ ചലിപ്പിക്കും, അനുഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഈ നമ്മളിപ്പം ഒരാളെ ഇഷ്ടമല്ല ശപിക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പോഴും നമ്മൾ കൈ ഇങ്ങനെ ചലിപ്പിക്കും, ഇങ്ങനെ കൈ ഇങ്ങനെ വലിച്ചെറിയുന്ന പോലെ ഇങ്ങനെ ശപിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ജസ്റ്റേഴ്സ് ഉണ്ടാവും, ഒരു ആംഗ്യം ഉണ്ടാവും. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് പ്രാർത്ഥന. ആത്മീയ യുദ്ധത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. എൻ്റെ അനുഭവത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ചില സമയങ്ങളിൽ ചൂണ്ടുവിരൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ബലം അനുഭവപ്പെടും. ചില സമയത്ത് എൻ്റെ ചൂണ്ടുവിരൽ ഭയങ്കര ഒരു ചൂട് അനുഭവപ്പെടും. ചില സമയത്ത് എൻ്റെ കൈ മുഴുവൻ ഭയങ്കരമായ ഒരു ശക്തിയാൽ ഇങ്ങനെ വലിഞ്ഞു മുറുകും. ഇങ്ങനെ പലവിധ അനുഭവങ്ങൾ, പലവിധ ശക്തികൾ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെ ചിന്തിപ്പിച്ച വേറൊരു വചനമാണ് ഈ വചനത്തിൻ്റെ വേറൊരു ഇതാണ്, യുദ്ധം ചെയ്യാൻ കൈകളും പടപൊരുതാൻ വിരലുകളും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ, ഈ യുദ്ധം ചെയ്യാൻ കൈ മനസ്സിലാകാം, പക്ഷേ പടപൊരുതാൻ വിരൽ കൊണ്ട് എങ്ങനെയാണ് പടപൊരുതുന്നത്? ഇവിടെയാണ് ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ ശക്തി വരികയും പോവുകയും ചെയ്യുന്നത്. അത് പിന്നീട് നമ്മുടെ അനുദിന ജീവിതത്തിലും ഈ ശക്തി നമ്മളിലൂടെ പുറത്തേക്ക് വരും, ആവശ്യ സമയത്ത് വരും. അതുപോലെ തന്നെ സങ്കീർത്തനത്തിനകത്ത് പറയുന്ന വേറൊരു കാര്യമുണ്ട്. സങ്കീർത്തനം 18:34, എൻ്റെ കൈകളെ അവിടുന്ന് യുദ്ധമുറ അഭ്യസിപ്പിച്ചു, എൻ്റെ കരങ്ങൾക്ക് പിച്ചള വില്ല് കുലയ്ക്കാൻ കഴിയും. ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ കൈകളെ അവിടുന്ന് യുദ്ധമുറ അഭ്യസിപ്പിച്ചു, എൻ്റെ കരങ്ങൾക്ക് പിച്ചള വില്ല് കുലയ്ക്കാൻ കഴിയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മീയ ജീവിതത്തിൽ അത് നമുക്ക് പ്രത്യേകിച്ച് കാണാൻ പറ്റും. യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ജപമാല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ആത്മീയ യുദ്ധത്തിൻ്റെ ഇതിൻ്റെ പ്രാധാന്യമാണ് ജപമാല. നമ്മളെ വിരൽ ഉപയോഗിച്ച് കൈ ഉപയോഗിച്ച് ഈ ജപമാല ചെല്ലുമ്പോൾ ഇതേപോലെയുള്ള നമുക്ക് അജ്ഞാതമായിട്ടുള്ള, നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആത്മീയ ശക്തികൾ നമ്മുടെ കയ്യിലൂടെയും വിരലുകളിലൂടെയൊക്കെ പ്രവഹിക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കും. അപ്പോൾ ഈ ഒരു രഹസ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഈ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നതിനെയോ സ്തുതിക്കുന്നതിനെയോ നമുക്ക് പരിഹസിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയോ ഒന്നുമില്ല. ഇതാണ് ഈ വചനത്തിൻ്റെ ഈ വചനം വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഉൾക്കാഴ്ചയാണ്. ഇതുപോലെ തന്നെ മനുഷ്യർക്ക് മനസ്സിലാകാത്ത വേറൊരു കാര്യമുണ്ട്. ഈ മജീഷ്യന്മാരും
അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ അവരുടെ ഒരു ഷോ അല്ലെങ്കിൽ ഒരു നമ്പർ കാണിക്കുന്നതിന് തൊട്ട് മുമ്പ് അവരുടെ കൈകൾ ഇങ്ങനെ പ്രത്യേക രീതിയിൽ കൈയും വിരലും ഒക്കെ പ്രത്യേക രീതിയിൽ ചലിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? അവിടെ സംഭവിക്കുന്നത് നെഗറ്റീവ്, അതായത് തിന്മയുടേതായിട്ടുള്ള ഒരു സ്വാധീനം അവിടെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അത് താല്പര്യമുള്ളവർ, ഞാൻ ഈ പറയുന്ന കാര്യം താല്പര്യമുള്ളവർ ഉൾക്കൊണ്ടാൽ മതി, ഇല്ലാത്തവർ കേൾക്കാൻ നിൽക്കണ്ട. ഇതൊക്കെ പച്ചയായിട്ടുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. അതുപോലെ തന്നെ കത്തോലിക്ക സഭയുടെ മതപൗരോഹിത്യത്തിൽ പറയുന്നുണ്ട്, ഈ വൈവിധ്യമാർന്ന നൃത്തങ്ങൾ, അതിൻ്റെ നമ്പരും ഈ CCCയുടെ നമ്പരൊന്നും ഞാൻ ഓർക്കുന്നില്ല, പെട്ടെന്നങ്ങ് പറഞ്ഞു പോയതാണ്. ഈ CCCക്കകത്ത് പറയുന്നത് നൃത്തങ്ങൾ എന്നൊക്കെ വളരെ വിവേചനത്തോടു കൂടി വേണം ക്രിസ്ത്യാനികൾ ഉപയോഗിക്കാൻ. കാരണം ചില നൃത്തങ്ങളിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന അവർ ജസ്റ്റേഴ്സ്, അതായത് ആംഗ്യങ്ങളാണ്. കേരളത്തിലാണെങ്കിലും ഇഷ്ടംപോലെ, അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളിലുള്ള വിവിധ നൃത്തങ്ങളിൽ അവർ കൈവിരൽ കൊണ്ട് പല മുദ്രകൾ കാണിക്കുന്നുണ്ട്. ഈ മുദ്രയിലൂടെ കടന്നു വരുന്ന ശക്തിയുണ്ട്. ആ ശക്തി എന്താണെന്ന് ആളുകൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് അവരിതിങ്ങനെ കണ്ട് ആസ്വദിച്ചിരിക്കും. പക്ഷേ ഈ ശക്തിയുടെ പ്രവർത്തനം പിന്നീട് അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്, അത് ഇവർക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം പഠിക്കാനും കാണാനും കേൾക്കാനൊക്കെ നിൽക്കാനെന്നൊക്കെ മതബോധന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചുരുക്കി പറയുന്നത് ഇതാണ്, ഈ കൈകൾ അല്ലെ കൈവിരൽ എന്നൊക്കെ പറയുന്നത് വെറുതെ ഇങ്ങനെ നമ്മുടെ ആവശ്യം മാത്രം നടത്താൻ വേണ്ടിയിട്ടല്ല, ദൈവികമായിട്ടുള്ള ശക്തികൾ പ്രവഹിപ്പിക്കാനുള്ള, ദൈവിക പ്രവർത്തനത്തിനുള്ള ഒരു മാധ്യമം കൂടിയാണ് നമ്മുടെ കൈയും കൈവിരലും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ ആത്മീയ വളർച്ചയ്ക്കും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ആത്മീയ ഉന്നതിക്കും അത് ഉപകരിക്കും.